السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ റഹ്മത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് റൂമില് നിത്യേന വരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന സന്ദർശനത്തിന് വന്നിട്ടുള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥ പറയുകയുണ്ടായി. ഏതോ ആളുകൾ അവർക്ക് സിഹിർ ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് വല്ലാത്ത കഷ്ടത്തിലാണെന്നും ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ വലിയ ആവലാദികളും വേവലാദികളും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥ അറിയിക്കുകയും എങ്ങനെയാണ് അവരെ സിഹിർ ആരും ചെയ്തിട്ടില്ല എന്നും ചെയ്താൽ ഫലിക്കുകയില്ല എന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ ഇത്തരം ഒരു വിശദീകരണം, ഒരല്പസമയം മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു കേരള സമൂഹത്തില് ഈ സിഹിറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന അവസ്ഥ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ? കേരളത്തിന് ഇന്ന് പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടായിട്ടുണ്ട്. മലബാറിൽ ഒരു ജാഹിലിയ കാലഘട്ടമുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് നമുക്കറിയാം, ഞാനത് പറയാം. അപ്പോ ഇവിടെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഏതൊരു വിഷയത്തെയും സമീപിക്കുക എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഖുർആനിൽ എന്തു പറയുന്നു, അതിനുശേഷം മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ എന്തു പറയുന്നു, അതിനുശേഷം ഈ സിഹിറുമായി ബന്ധപ്പെട്ട് ഖുർആനിലെയും ഹദീസിലെയും പരാമർശങ്ങൾക്ക് ശേഷം മുസ്ലിം ലോകത്ത് ആദരിക്കപ്പെടുന്ന അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ എന്തു പറയുന്നു, അതിനുശേഷം കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന പ്രത്യേകിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിന് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മുജാഹിദ് പണ്ഡിതന്മാർ എന്തു പറഞ്ഞിട്ടുണ്ട് എന്നും ചുരുങ്ങിയ നിലയിൽ ഇവിടെ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കുക, ആദ്യമായിട്ട് എന്തായിരുന്നു കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല.
ഞങ്ങൾക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ ഈ സിഹിർ ചെയ്യുന്ന പണ്ഡിതന്മാർ, അതായത് മതപണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. തങ്ങന്മാരും ബീവിമാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. ഇത് വെറുതെ പറയുന്നതല്ല, എനിക്കറിയാം. ജുമഅത്ത് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്രിയെ ഇദ്ദേഹത്തിന്റെ ഹെൽപ്പറായി എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദിയുടെ കൂടെ എങ്ങോട്ട് ഓരോ മന്ത്രവാദം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. രാത്രിയിൽ കാറോ ഓട്ടോറിക്ഷയോ വരും. എന്നിട്ട് അതിൽ പോകും. അവിടെ കോഴിയുടെ തലയും കോഴിയെ അറുക്കുകയും അങ്ങനെ പലവിധ പൂജാ കർമ്മങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ഈ ഏതൊരു ആൾക്കാണോ സിഹിർ ബാധിച്ചു എന്നൊക്കെ ഇവർ വിചാരിക്കുന്നത്, ആ പെണ്ണിനെയൊക്കെ രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ ഇരുത്തി ഇത്തരം വസ്തുക്കളൊക്കെ മുന്നിൽ വെച്ച് സിഹിർ ചെയ്യുന്നതിന് ഒരു തവണ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഞാനതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ അത് ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നും നമ്മുടെ നാട്ടില് ചില അങ്ങനെയുള്ള ആളുകളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 500 കുടുംബങ്ങളുള്ള മഹല്ല് പള്ളിയുടെ പ്രസിഡന്റായിട്ടുള്ള ആളുകൾ പോലും ഇതുപോലെ മന്ത്രവാദം നടത്തുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ധാരാളമുണ്ട്. ഞാന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹത്തിലെ ഒരു 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സമൂഹത്തിൽ എത്രത്തോളം ഈ ജിന്നും പിശാച്ചും മന്ത്രവും മാരണവും ഒക്കെ അതിന്റെ സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളതിന് ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതിന്റെ ഒരു രത്നച്ചുരുക്കം നമ്മുടെ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ഇരുവേറ്റി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ആമുഖത്തിലെ ചില വരികൾ ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാനൊക്കെ മദ്രസയിൽ പോകുമ്പോ മദ്രസയിൽ പഠിപ്പിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു മൊല്ലാക്ക, ആ മൊല്ലാക്കൊക്കെ പലപ്പോഴും അദ്ദേഹം മദ്രസ വിട്ടു വരുമ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കഞ്ഞി കുടിക്കാറുണ്ടായിരുന്നു. ഈ കഞ്ഞി കുടിക്കുന്ന വേളയിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആ ഉസ്താദ് പോലും വീട്ടിലുള്ള ആളുകളോടൊക്കെ പറയുന്ന കഥ എന്താ അറിയാം നിങ്ങൾക്ക്? ഒടിയൻ മറിഞ്ഞ സംഭവങ്ങളാണ്. രാത്രിയിൽ ഒടിമറിഞ്ഞിട്ട് വരികയും എന്നിട്ട് പ്ലാവിൽ നിന്ന് ചക്കയിട്ട് കൊണ്ടുപോകുകയും അങ്ങനെ വീട്ടിലുള്ള വാപ്പയെ ഒരു കട്ടിലിൽ വഹിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള കുറെ കഥകൾ പറയുമായിരുന്നു. ആ കഥകളൊക്കെ ഞാൻ വിശദീകരിക്കാം. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഞാൻ അബ്ദുറഹ്മാൻ ഇരുവേറ്റി എഴുതിയിട്ടുള്ള ആ വരികൾ വായിച്ചാൽ തന്നെ കൂടുതൽ വിശദീകരിക്കാതെ എത്രത്തോളം ഭീകരമായ രൂപത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ന് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഈ ജിന്നും പിശാച്ചും മന്ത്രവും മാരണവും ഒക്കെ ബാധിച്ചിരുന്നു, അതല്ലെങ്കിൽ അതിന്റെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് കേൾക്കുക. അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ നാടാകെ പിശാചുക്കളുടെ പിടിയിലായിരുന്ന കാലം, പിശാചുക്കളെ സ്നേഹിച്ചും പൂജിച്ചും പേടിച്ചും ജീവിച്ചു പോന്ന സമൂഹം, ഒടിയൻ, ഗുളികൻ, തേര്, ചേക്കുട്ടി, പോക്കുട്ടി, കരിങ്കുട്ടി, കുഞ്ഞിരായിൻ പാപ്പ, പൊട്ടി, അതിരിപുല്ല്, പേന, യക്ഷി, ബ്രഹ്മരക്ഷസ്, രക്തരക്ഷസ്, കുട്ടിച്ചാത്തൻ, കുരിപ്പ്, വസൂരി, ചെകുത്താൻ തട്ട്, കോളറ, ചെയ്ത്താൻ, അങ്ങനെ ഇനിയും എത്രയെത്ര നീണ്ടുപോകുന്നു ആ പട്ടിക. നൂല്, ചരട്, ഏലസ്, ഐക്കല്ല്, മന്ത്രം, മാരണം, പിഞ്ഞാണമെഴുത്ത്, ഒഴിച്ചിൽ, ഹോമം, എഴുതിക്കുഴിച്ചിടൽ, കെട്ടിത്തൂക്കൽ, ഒട്ടിച്ചുവെക്കൽ, വെള്ളത്തിലൊഴുക്കൽ, സിഹിർ, എതിർ സിഹിർ, അങ്ങനെ ഇനിയും എത്രയോ നീണ്ടുപോകുന്നു ചികിത്സകൾ. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരുപാട് ക്ഷുദ്രങ്ങളെ സംബന്ധിച്ച്, രക്ഷാതകിടുകളെ സംബന്ധിച്ച് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ഒരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോ മണ്ണാർക്കാട് നിന്നും എന്റെ നാട്ടിലേക്കുള്ള ബസ്സിലുള്ള യാത്രയിൽ ഒരു മുസ്ലിം കുടുംബം എന്ന് പറഞ്ഞ ഒരു 35-40 വയസ്സായിട്ടുള്ള ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ ഉമ്മ, ഇവര് വാഹനത്തിൽ കയറിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ഒരു ബോർഡ് കാണാൻ നിങ്ങൾക്ക്, കമ്മുസൂഫി ജാറം എന്ന്. ആ ജാറത്തിങ്കിലേക്ക് പോകാൻ. എന്തിന്? ഇവർക്ക് ആരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ വിശ്വസിക്കാണ്. എന്നിട്ട് ഞാൻ പാപ്പാന്റെ അടുത്ത് എത്തട്ടെ, അവർ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ 65 വയസ്സായ വൃദ്ധയായ സ്ത്രീ ബസ്സിൽ നിന്ന് മറ്റുള്ള ആളുകൾ കേൾക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ, പരിസരം നോക്കാതെ വിളിച്ചു പറയാ. അവരുടെ ആ രോഷായിരിക്കാം. അപ്പൊ ആളുകൾ ഇതുപോലെ തന്നെ
ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഈ തുറൈഫില് ഇവിടെ ഞങ്ങളുടെ ഒരു 2-3 വീട് അപ്പുറത്ത് മംഗലാപുരത്ത് നിന്നുള്ള ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അവരുടെ മകൾക്ക് കുട്ടിയില്ല, കല്യാണം കഴിച്ചത് 10 വർഷമായിട്ടുണ്ട്. അവർക്ക് ഈ കുട്ടിയില്ല എന്ന് മാത്രമല്ല ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. എന്ന് പറഞ്ഞാല് എന്താ എന്നറിയില്ല, ബിസിനസ്സിലൊക്കെ ഒരു തകർച്ച. അപ്പൊ ഇവർക്കൊരു തോന്നൽ ആരോ സിഹർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ദിവസം ഇവിടെ സന്ദർശനത്തിന് വന്നപ്പോ പറഞ്ഞ ഇതിന് എന്റെ അടുത്ത് വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് മംഗലാപുരത്തുള്ള ഒരു മന്ത്രവാദിയായിട്ടുള്ള മുസ്ലിയാരെ സമീപിച്ചിട്ട് 10,000 രൂപയ്ക്ക് അയച്ചു കൊടുത്തിട്ട്, 10,000 എന്ന് പറഞ്ഞാൽ 10,000 അല്ല, 10,000 പലതവണ, അത് വളരെ വ്യക്തമായി നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹത്തിന് വല്ലാത്ത വിശ്വാസമാണ് ഇതില്, എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. ഞാനിത് വിശദീകരിക്കല്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ പറയാനുള്ള കാരണം തീർച്ചയായും നമ്മൾ ഓരോ ആളുകളെയും വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ ഖുർആനാണല്ലോ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം. ആ പ്രമാണം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഖുർആനുള്ള ആയത്തുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എന്താ? നിങ്ങൾ സൂറത്തു ഇസ്രായിലെ 17-ാമത്തെ വചനം, നഹ്നു നഅലമു ബിമാ യസ്തമിഊന ബിഹി ഇത് യസ്തമിഊന ഇലൈക വഇദുഹും നജ്വാ ഇത് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. ഈ വചനത്തിന്റെ അർത്ഥം എന്താ? നഹ്നു നഅലമു, നാം വ്യക്തമായി അറിയും, നന്നായി അറിയും, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയും, ബിമാ യസ്തമിഊന ബിഹി ഇത് യസ്തമിഊന ഇലൈക, മുഹമ്മദ് നബിയെ താങ്കളെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന സന്ദർഭത്തിൽ അവർ, അഥവാ മക്കയിലുണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ എന്താണ് നന്നായി ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായി അറിയാമെന്ന് പടച്ച റബ്ബ് പറയാ. വഇദുഹും നജ്വാ, അവർ ഗൂഢ സംഭാഷണം നടത്തിയ ഘട്ടം. ഇത് യഖൂലുൽ ളാലിമൂന, ആ അക്രമികളായ ആളുകൾ പറയുന്നു, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. എന്താണ് അക്രമികൾ പറയുന്നത്? നിങ്ങൾ സിഹർ ബാധിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയല്ലാതെ പിൻപറ്റുന്നില്ല, അഥവാ നിങ്ങൾ പിൻപറ്റുന്ന മുഹമ്മദ് നബിയെ അദ്ദേഹം സിഹർ ബാധിക്കപ്പെട്ടവനാണ് എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് പറയാ? ഖാലൽ മുഫസ്സിറൂന, മുഫസ്സിറുകൾ പറയുകയാണ്, അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയൻ അൻ യത്തഖിദ തആമൻ വയദഉ ഇലൈഹി അശ്റാഫ് ഖുറൈശ് മിനൽ മുശ്രിക്കീൻ ഫഫഅല അലി അലൈഹി സലാം ذلك ودخل عليهم رسول الله صلى الله عليه وسلم وقرأ عليهم القرآن ودعاهم إلى التوحيد وقال قولوا لا إله إلا الله حتى تطيعكم العرب وتدين لكم العجم فأبوا عليه ذلك وكانوا عند استماعهم من النبي صلى الله عليه وسلم القرآن والدعوة إلى الله تعالى يقولون بينهم متناجين هو ساهر وهو مسحور وما أشبه ذلك من القول فأخبر الله تعالى نبيه بأنهم يقولون إن تتبعون إلا رجلا مسحورا. ഇത് മഹാനായ മുഹമ്മദ് ബിൻ ഉമർ അൽ മഅറൂഫ് ബി ഫഖ്റുദ്ദീൻ റാസി എന്നറിയപ്പെടുന്ന മഹാനവറുകൾ രേഖപ്പെടുത്തിയതാണ്. അതായത് സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്തുണ്ടല്ലോ, നഹ്നു നഅലമു ബിമാ യസ്തമിഊന ബിഹി ഇത് യസ്തമിഊന ഇലൈക വഇദുഹും നജ്വാ ഇത് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ എന്നുള്ള ആയത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അതിന്റെ വിശദീകരണം എന്താ? എപ്പോഴാണ് അത് പറഞ്ഞത്? ഖാലൽ മുഫസ്സിറുന, മുഫസ്സിറുകൾ രേഖപ്പെടുത്ത. നന്നായി കേൾക്ക പ്രിയപ്പെട്ടവരെ. അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഫസ്സിറുകൾ പറയാണ്, അള്ളാന്റെ റസൂൽ കൽപ്പിച്ചു അലിയോട് അൻ യത്തഖിദ തആമൻ, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ, ഭക്ഷണം കൊണ്ടുവരാൻ, വയദഉ ഇലൈഹി അശ്റാഫ ഖുറൈശ് മിനൽ മുശ്രിക്കീന, എന്നിട്ട് അലിയോട് പറഞ്ഞു ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഖുറൈശി മാന്യന്മാരെ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. ഫഫഅല അലിയു അലൈഹിസ്സലാം ദാലിക,
അലി റളിയല്ലാഹു തആല അൻഹു അപ്രകാരം ചെയ്തു. അതായത് ഭക്ഷണമൊക്കെ റെഡിയാക്കി അതിലേക്ക് ഖുറൈശി പ്രമുഖന്മാരെ, ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളെ ക്ഷണിച്ചു. വദഖല അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവരുടെ അടുത്തേക്ക് റസൂലുള്ള കടന്നു വന്നു. വഖറ അലൈഹിമുൽ ഖുർആൻ, എന്നിട്ട് റസൂലുള്ള ഖുർആൻ പാരായണം ചെയ്തു. വദആഹും ഇല തൗഹീദ്, ആ ഖുറൈശി പ്രമുഖന്മാരെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക. ഹത്താ തുതീഅകുമുൽ അറബു, അറബ് നിങ്ങൾക്ക് വിധേയമാകുന്നത് വരെ. വതുദീനു ലക്കുമുൽ അജം, അതുപോലെ അനറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നത് വരെ. ഫഅബൗ അലൈഹി ദാലിക, ആ ഖുറൈശികൾ എന്ത് ചെയ്തു? അത് വിസമ്മതിച്ചു. വകാനു ഇൻദസ്തിമാഇഹിം മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആന വദ്ദഅവത ഇലല്ലാഹി തആല യഖൂലൂൻ, അങ്ങനെ ആ ഖുറൈശി പ്രമുഖന്മാര് ഖുർആനും അള്ളാഹുവിലേക്കുള്ള ക്ഷണവും ശ്രദ്ധിച്ച് കേൾക്കുന്ന ഘട്ടത്തിൽ അവര് രഹസ്യമായിട്ട് പറയാണ്. യഖൂലൂൻ, അവര് പറയാൻ, ബൈനഹും മുതനാജീനഹു വസാഹിറുൻ വഹുവ മസ്ഹൂറുൻ വമാ അശ്ബഹു ദാലിക മിനൽ ഖൗൽ. എന്താ അവര് രഹസ്യ സംഭാഷണം നടത്തുന്നത്? ഇദ്ദേഹം സിഹിർ ബാധിക്കപ്പെട്ടവരാണ്, ഇദ്ദേഹത്തിന്റെയും അതുപോലെ സാഹിറിന്റെയും ഇടയിൽ എന്താണ് രഹസ്യ സംഭാഷണം നടക്കുന്നുണ്ട്. അവർക്കിടയിൽ രഹസ്യ സംഭാഷണം നടക്കുന്നുണ്ട്. അവിടെ ഒരു സാഹിറുണ്ട്, ഒരു മസ്ഹൂറുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ഖുറൈശി പ്രമുഖന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബി എന്താണ് സിഹിർ ബാധിക്കപ്പെട്ടവനാണ്, മസ്ഹൂറാണ് എന്ന് അവർ രഹസ്യ സംഭാഷണം നടത്താൻ. ഫഅഖ്ബറല്ലാഹു തആല നബിയഹു ബിഅന്നഹും യഖൂലൂന, അപ്പൊ അല്ലാഹു തആല വഹയിലൂടെ പ്രവാചകൻ അറിയിച്ചു കൊടുത്തു. എന്ത്? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. അല്ലാഹു പറയാ നബിയോട്, നോക്ക് മുഹമ്മദ്, നിന്റെ ആ ഖുറൈശി പ്രമുഖന്മാരിപ്പോ രഹസ്യ സംഭാഷണം നടത്തുന്നത് എന്താ അറിയോ? അവരെ അക്രമികളാണ്. ആ അക്രമികൾ പറയാണ്, നിങ്ങൾ അഥവാ മുസ്ലിങ്ങള് ഒരു സിഹിർ ബാധിക്കപ്പെട്ട മനുഷ്യനെയാകുന്നു പിൻപറ്റുന്നത്. ഇത് ഫഖ്റുദ്ദീൻ റാസി രേഖപ്പെടുത്തുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, അക്രമികളായിട്ടുള്ള ആളുകളുടെ വാദമാണ് മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ പറയല്ല, ഖുർആന്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നതായി മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞ് നമ്മൾ വായിക്കണ്ടായി. ഇനി നിങ്ങൾ നോക്കൂ, എന്താണ് വഹാദിഹിൽ കലിമത്തു ഖാലഹ കുഫാറു മക്ക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാക്കുണ്ടല്ലോ മസ്ഹൂർ, പ്രവാചകൻ മസ്ഹൂറാണ് എന്നുള്ളത്, അത് ആര് പറഞ്ഞതാ പ്രിയപ്പെട്ടവരെ? കുഫാറു മക്ക, മക്കയിലുണ്ടായിരുന്ന കുഫാറുകൾ പറഞ്ഞതാണ്. ഫഖാലു ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ വൽ മസ്ഹൂർ. എന്താ ഈ മസ്ഹൂർ എന്ന് പറഞ്ഞാ? ബിമഅന അൽ മഖ്ബൂൽ അല്ലദി അസ്റ ഫി സിഹർ, സിഹിറിന്റെ സ്വാധീനത്താൽ ഭ്രാന്ത് ബാധിച്ചവൻ എന്നാണ് മസ്ഹൂർ എന്ന് പറഞ്ഞ. അൽ മഖ്ബൂൽ എന്ന് പറഞ്ഞാല് ഭ്രാന്ത് ബാധിക്കപ്പെട്ടൻ, ഭ്രാന്ത് ഉണ്ടായവൻ എന്നർത്ഥം. ഫസ്വാറ മഖ്ബൂലൻ മജ്നൂനൻ, മഖ്ബൂൽ പറഞ്ഞാൽ മജ്നൂനി എന്നുള്ളതാ. ഈ വാദമുണ്ടല്ലോ, അതെന്താ പ്രിയപ്പെട്ടവരെ? വഹാദാ കദിബുൻ വ ഇഫ്തിറാഉൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പ്രവാചകന് സിഹിർ ബാധിച്ചു എന്നുള്ളത് കദീബുൻ, അത് കളവാണ്. വഫ്തിറാഉൻ, അത് നുണ ചമച്ചുണ്ടാക്കി പറയുന്നതാണ്. അലാ റസൂലില്ലാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. എന്താണ്? ഐ ജാഊ ബിമാ യഖ്ദിഫൂനക ബിഹി വയക്ദിബൂന ബിഹി അലൈക മിൻ ഖൗലിഹിം സാഹിറുൻ മസ്ഹൂറുൻ മജ്നൂനുൻ കദ്ദാബുൻ ഷാഇറുൻ വകുല്ലുഹാ അഖ്വാലുൻ ബാത്തില. പ്രവാചകനെ കുറിച്ച് സാഹിറാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ഈ മാരണം ചെയ്യുന്നവനാണെന്ന് പറയുന്നത്, മസ്ഹൂറുൻ ഈ സിഹിർ ബാധിക്കപ്പെട്ടവനാണെന്ന് പറയുന്നത്, മജ്നൂനൻ ഭ്രാന്തനാണെന്ന് പറയുന്നത്, കദ്ദാബുൻ വ്യാജവാദിയാണ് എന്ന് പറയുന്നത്, ഷായിറുൻ കവിയാണെന്ന് പറയുന്നത്, വകുല്ലുഹാ അഖ്വാലുൻ ബാത്തില. ഇതെല്ലാം എന്താണ് പ്രിയപ്പെട്ടവരെ? ബാത്തിലായ നിരർത്ഥകമായ സംഗതിയാണ് എന്ന്
മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള ഉമ്മമാരെ, കുടുംബത്തെ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ അത് ഇന്ന ആള് സിഹിർ ചെയ്തതാണ്, അത് കുടുംബത്തിൽപ്പെട്ട ഇന്ന ബന്ധു സിഹിർ ചെയ്തതാണ്, അയൽവാസിയായ ഇന്ന വ്യക്തി സിഹിർ ചെയ്തതാണ് എന്നുള്ള തെറ്റായ ധാരണ വെക്കാതെ അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചു എന്നുള്ള സംഭവം അത് അഖ്വാലുൻ ബാത്തില, നിരർത്ഥകമായ സംഗതിയാണെന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. എന്നിട്ടോ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതേ ആശയത്തിലുള്ള വചനം സൂറത്തുൽ ഫുർഖാനിലെ ഒരു വചനമുണ്ട്. വഖാല ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. വഖാല ളാലിമൂന, അക്രമികൾ പറയാണ്, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, നിങ്ങള് സിഹർ ബാധിക്കപ്പെട്ട ഒരാളെയാണ് പിൻപറ്റുന്നത് എന്ന്. അതുപോലെ തന്നെ അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറയാണ്, എന്താ പറയുന്നത്? മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾ ഒരു ഭ്രാന്തനല്ല. കണ്ടോ, ഇവിടെ സിഹർ ബാധിച്ചു പറഞ്ഞ അർത്ഥം ഭ്രാന്തൻ എന്നാണ്. പക്ഷെ അങ്ങനെ ഭ്രാന്തൊന്നും നബിക്ക് ബാധിച്ചിട്ടില്ല എന്ന് ഖുർആന്റെ നസ്സാണ്. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, 68-ാം അധ്യായത്തിലെ 2-ാമത്തെ സൂക്തം, സൂറത്തുൽ ഖലമിലെ 2-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂലിന് ബുദ്ധി ഭ്രമം സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഇമാം റാസി ചോദിക്കുകയാണ്, വലൗ സ്വാറ അലൈഹി സലാം മസ്ഹൂറൻ ലിമസ്തഹഖു അസ്സമ്മ ബിസബബി ഹാദൽ ഖൗൽ. അതായത് പ്രവാചകന് സിഹിർ ബാധിക്കപ്പെട്ടവനായിരുന്നു എങ്കിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടെ, അന്നഹു ലൗ ജാസ സാലിക മിനസ് സിഹ്രി ഫകൈഫ യതമയ്യസുൽ മുഅ്ജിസ അനിസ് സിഹ്ർ. ഈ സിഹിർ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, അമ്പിയാക്കളിൽ കൂടെ കാണിക്കുന്ന മുഅ്ജിസത്തും ഈ സിഹിറും എങ്ങനെയാണ് സവിശേഷമാകുക, സിഹിറിൽ നിന്ന് എങ്ങനെയാണ് പ്രത്യേകമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ജനങ്ങളൊക്കെ സിഹ്റാന്ന് വിശ്വസിക്കൂലേ, പിന്നെ മുഅ്ജിസത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇന്നിപ്പോ എന്താണ് മഹാനായ ഇമാം അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. സിഹിറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ച് കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്കുനറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവയെല്ലാം സിഹിറിന്റെ ഇനങ്ങളത്രേ. ഇസ്മിന്റെ പണി, ത്വൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്ച്, മരണമടഞ്ഞവർ, നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. നന്നായി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഈ സിഹിറെ എന്തുകൊണ്ടാണ് വലിയ കുറ്റമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താ അമാനി മൗലവി എഴുതുന്നത്? അദ്ദേഹം എഴുതാണ്, അതായത് രക്ഷാതകിടുകൾ, അക്കക്കളങ്ങൾ, ഉറുക്കുനറുക്കുകൾ, മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ ആദിയായവയെല്ലാം സിഹിറിന്റെ ഇനങ്ങളത്രേ. ഇസ്മിന്റെ പണി, ത്വൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്ച്, മരണമടഞ്ഞവർ, നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകളെ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കാര്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹിറിന്റെ ലക്ഷ്യങ്ങൾ. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. സാക്ഷാൽ
വിശുദ്ധ ഖുർആൻ വിവരണം എന്ന് പറയുന്ന ഖുർആൻ തഫ്സീറിന്റെ കർത്താവായ മുഹമ്മദ് അമാനി മൗലവി എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള മുജാഹിദ് പണ്ഡിതനായിട്ടുള്ള ആ മഹാനായ മനുഷ്യൻ രേഖപ്പെടുത്തുകയാണ്, മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അത് വഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമാണ്. അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 1-ാം വാല്യം 219 പേജിൽ രേഖപ്പെടുത്തുക. ഇനി പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ മറ്റൊരായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താ ഖുർആൻ പറയുന്നത്? 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 69 വചനം, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. ഖുർആനിന്റെ വചനമാണ്. നമ്മൾ ഖുർആനിൽ എന്ത് പറയുന്നു എന്നാ പരിശോധിക്കുന്നത്. സൂറത്ത് ഇസ്രായിലെ വചനം, അതുപോലെ തന്നെ സൂറത്ത് ഫുർഖാനിലെ വചനം, അതുപോലെ സൂറത്ത് കലമിലെ വചനം. ഏതൊക്കെ വചനങ്ങളാണ്? ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്നും, അതുപോലെ വഖാലൽ ളാലിമൂന ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്നും, മാ അൻത ബിറബ്ബിക മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ എന്ന് പറയുന്ന സൂറത്ത് കലമിലെ വചനവും, അതിനുശേഷം 4-മതായി കൊണ്ട് നമ്മൾ പറയുന്ന വചനം വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സാഹിറുകാരൻ, ഈ സിഹിർ ചെയ്യുന്ന ആൾ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്ന്. അപ്പോ ഇവിടെ സത്യത്തിൽ സൂറത്തു ത്വാഹയിൽ ആ ഭാഗത്ത് ജാലവിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല മഹാന്മാരും പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? സിഹിറുകാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. സിഹിറിന്റെ ഏത് അംശം? ഇപ്പൊ നമ്മൾ കുറെ അംശങ്ങൾ പറയണ്ടായി, കുറെ കാര്യങ്ങൾ പറയണ്ടായി. ജപം, ഹോമം എന്നൊക്കെ പറഞ്ഞ് പിശാചിനൊക്കെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത് അത്തരം സംഗതികൾ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ എന്ന് പറയുന്ന ആ വചനം നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ശംഖീത്തി റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്താണ്, ഇന്നൽ ഫിഅല ഫീ സിയാഖിൻ നഫി മിൻ സിയഗിൽ ഉമൂമി ഫഖൗലുഹു തആല ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ അൽ ആയ യഉമ്മു നഫിയ ജമീഇ അൻവാഇൽ ഫലാഹി അനിസ് സാഹിർ. കണ്ടോ, മഹാനായ ശംഖീത്തി ഇമാം റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്തിൽ അഥവാ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ എന്ന് പറയുന്ന വചനത്തിൽ അതില് പ്രയോഗിച്ചിട്ടുള്ള ആ സീഗണ്ടല്ലോ, എന്ത് സിഹിറുകാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്ന്. ഈ ആയത്ത് സിഹിറിന്റെ ഏതൊക്കെ ഇനമുണ്ടോ ആ ഏതൊക്കെ ഇനങ്ങൾ ചെയ്യുന്ന ആളുകൾ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ വിവരിച്ച കുറെ ഇനങ്ങളുണ്ടല്ലോ, ആ അത്തരം ഇനങ്ങൾ ചെയ്യുന്ന സാഹിറന്മാർ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുന്നത്. യഉമ്മു നഫി ജമീഅ അൻവാഇൽ ഫലാഹി അനിസ് സാഹിർ, സാഹിറുകാരന്റെ വിജയങ്ങളുടെ എല്ലാ ഇനങ്ങളെയും നിരാകരിക്കുന്നു ഈ ആയത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ഫലിച്ചിട്ടില്ല, ബാധിച്ചിട്ടില്ല എന്നുള്ളതിന് 5-മതായി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പറയാനുള്ളത് വല്ലാഹു യഅസിമുക മിനന്നാസ് എന്നുള്ള വചനമാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ് 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 67-ാമത്തെ വചനം. എന്താ ആയത്തിന്റെ അർത്ഥം? അല്ലാഹു തആല മുഹമ്മദ് നബിയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ജനങ്ങളിൽ നിന്ന് അല്ലാഹു തആല മുഹമ്മദ് നബിയെ സംരക്ഷിക്കുമെന്ന പ്രിയപ്പെട്ടവരെ, എന്താ ഈ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, വകാന അബൂ ത്വാലിബ് യുർസിലു കുല്ല യൗമിൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിജാലൻ മിൻ ബനി ഹാഷിം يحرسونه حتى نزل والله يعصمك من الناس فقال النبي صلى الله عليه وسلم يا عما إن الله قد عصمني من الجن والإنس فلا احتاج إلى من يحرسني. ഇമാം ഖുർത്തുബി തങ്ങള് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന് പറയുന്ന
ആ വിശുദ്ധ ഖുർആനിലെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ രേഖപ്പെടുത്തുന്നത്? അബൂ ത്വാലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവ്യൻ, വകാന അബൂ ത്വാലിബ് യുർസിലു കുല്ല യൗമിൻ, എല്ലാ ദിവസവും അയക്കാറുണ്ടായിരുന്നു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകന്റെ കൂടെ, റിജാലം മിൻ ബനി ഹാഷിം, ഹാഷിം സന്തതികളിൽപ്പെട്ട ഏതാനും വ്യക്തികളെ നിയോഗിക്കാറുണ്ടായിരുന്നു, യഹരിസൂനഹു, പ്രവാചകന് സംരക്ഷണം നിർവഹിക്കാൻ വേണ്ടി, ഹത്താ നസല വല്ലാഹു യഅസിമുക മിനന്നാസ്, വല്ലാഹു യഅസിമുക മിനന്നാസ് എന്നുള്ള വചനം അവതരിക്കുന്നത് വരെ. ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ ആയത്ത് അവതരിച്ചപ്പോ, യാ അമ്മാ, എന്റെ പൊന്നു എളാപ്പാ, ഇന്നല്ലാഹ ഖദ് അസമനി മിനൽ ജിന്നി വൽ ഇൻസ്, നിശ്ചയം അല്ലാഹു തആല എന്നെ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു. ഫല ഇഹ്താജ ഇലാ മൻ യഹ്രിസുനി, എനിക്ക് സംരക്ഷണമേകാൻ ഇനി സംരക്ഷണത്തിന് ആളെ ആവശ്യം ഇല്ല, എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് നബി പറഞ്ഞു എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു കസീറും ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഅറാദ അമ്മുഹു അൻ യുർസില മഅഹു മൻ യഹ്രിസുഹു ഫഖാല ഇന്നല്ലാഹ ഖദ് അസ്വമനി മിനൽ ജിന്നി വൽ ഇൻസ്, റവാഹു തബ്റാനി. ഇത് ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാം. അതായത് പ്രവാചകന്റെ പിതൃവ്യൻ പ്രവാചകന്റെ കൂടെ പ്രവാചകന് സംരക്ഷണം നൽകാൻ ആളെ അയക്കാൻ ഉദ്ദേശിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അസ്വമനി മിനൽ ജിന്നി വൽ ഇൻസ്, നിശ്ചയം അല്ലാഹു തആല എന്നെ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു, തീർച്ച. ഇത് ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്നു എന്നതടക്കം ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായി മനസ്സിലാക്കണം. വകാനൽ മുശ്രികൂന യഖൂലൂന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു മജ്നൂനുൻ ബിഹി ശൈത്വാൻ, മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു, പിശാച് നിമിത്തം പ്രവാചകന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട് എന്ന്. വഹുവ ഖൗലുഹും, എന്നിട്ടെന്താണ് അവര് പറയും, യാ അയ്യുഹല്ലദീന ഉസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ, ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ, ഇന്നക ലമജ്നൂൻ, താങ്കൾ ഭ്രാന്തൻ തന്നെയാകുന്നു എന്നുള്ള സൂറത്ത് ഹിജ്റിലെ 6-ാമത്തെ വചനം അതാ അവരുടെ വാദമാണ് സൂചിപ്പിക്കുന്നത്. ഫഅൻസലല്ലാഹു തആല റദ്ദൻ അലൈഹിം വതക്ദീബൻ ലിഖൗലിഹിം മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഐ ബിറഹ്മതി റബ്ബിക. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ഉസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ, ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ, തീർച്ചയായും അങ്ങ് ഭ്രാന്തനാകുന്നു എന്നുള്ള സൂറത്ത് ഹിജ്റിലെ 6-ാമത്തെ വചനം അത് മുശ്രിക്കുകളുടെ വാദമായിരുന്നു. പിശാച് നിമിത്തം ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഫഅൻസലല്ലാഹു തആല റദ്ദൻ അലൈഹിം, അല്ലാഹു അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചു. വതക്ദീബൻ ലിഖൗലിഹിം, അവരുടെ വാദങ്ങൾ, ഈ മുശ്രിക്കുകളുടെ വാദങ്ങൾ കളവാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തആല അവതരിപ്പിച്ചു. എന്താ അവതരിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, എഴുതി വെച്ചോളൂ. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ എന്നുള്ള വചനമാണ് അവതരിച്ചത്. ഐ ബിറഹ്മതി റബ്ബിക, ബിനിഅമതി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞാൽ ഐ ബിറഹ്മതി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നർത്ഥം. അപ്പോ ഖുർആന് വളരെ വ്യക്തമായി പ്രവാചകന് സിഹിർ ബാധിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ 5 വചനങ്ങളിലൂടെ വളരെ വ്യക്തമായി പറയുകയാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ആളുകള് സിഹിർ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിഹിർ ബാധിക്കും എന്നുള്ളതിന് തെളിവായിട്ട് പറയാറുള്ള വചനമേതാണ്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനമാണ്. ഏതാണ് ആ 102-ാമത്തെ വചനം? ആർക്കാണ് പറയാൻ വേണ്ടി പറ്റുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഹാറൂത്ത് മാറൂത്ത് സംഭവങ്ങൾ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനം, അതിന്റെ വെളിച്ചത്തിൽ സിഹിർ ഫലിക്കും, സിഹിർ ബാധിക്കും എന്ന് പല ആളുകളും പറയാറുണ്ട്. എന്താണ് സത്യത്തില് നമുക്ക് പരിശോധിക്കാം. അതായത് അല്ലാഹു തആല ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകളെ ബാബിലോണിയയില് സിഹിർ പഠിപ്പിക്കാൻ ഇറക്കിയിരുന്നു എന്നും ആ മലക്കുകൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില്
ഭിന്നിപ്പിക്കുന്ന സിഹിറൊക്കെ പഠിപ്പിച്ചിരുന്നു എന്നുമൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സമൂഹത്തില് ഛിദ്രതയും കുഴപ്പവും ഫസാദുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് ശരിക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതായത് എന്താണ് പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലുള്ള വേദം നൽകപ്പെട്ട അഹ്ലു കിതാബ് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതേ വിശ്വസിക്കൂ, അതിനപ്പുറമുള്ളതൊന്നും വിശ്വസിക്കുകയില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ വാദത്തെ തിരുത്തുകയാണ്. അത് മാത്രമല്ല, അള്ളാഹു അവതരിപ്പിച്ചത് മാത്രമല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് അന്ധവിശ്വാസമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സംഭവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അന്ധവിശ്വാസം? അവർക്കിടയിൽ പ്രിയപ്പെട്ടവരെ, അതായത് ഈ ജൂത സമൂഹത്തിന് അന്ധവിശ്വാസങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു പല അമാനുഷിക ദൃഷ്ടാന്തങ്ങളും നൽകിയിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് സാധിച്ചത് സിഹിർ മൂലമാണെന്ന് ഈ വേദം നൽകപ്പെട്ട ആളുകൾ വിശ്വസിച്ചിരുന്നോ? അങ്ങനെ എന്താണ് ജനങ്ങൾക്ക് സിഹിറില് വിശ്വാസമുണ്ടാക്കി. അതായത് സുലൈമാൻ നബി അദ്ദേഹത്തിന് കിട്ടുന്ന കഴിവുകളൊക്കെ സിഹിർ കൊണ്ടാണ്, മാരണം കൊണ്ടാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തി പുരോഹിതന്മാരായ ആളുകൾ എന്താണ് സിഹിറില് വിശ്വാസമുണ്ടാക്കിയെടുക്കുക, ജനങ്ങളുടെ മനസ്സുകളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു പ്രവണതയായിരുന്നു. ഈ സംഭവത്തെ എതിർക്കാണ് സത്യത്തിൽ എന്താണ് ഈ ആയത്തിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുലൈമാൻ നബിയുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ പ്രവണത ഉണ്ടല്ലോ, അതിനെ അള്ളാഹു താല ഈ ആയത്തുകൊണ്ട് ഖണ്ഡിക്കാണ്. സിഹിർ എന്ന് പറയുന്നത് അത് വഞ്ചനയും ചതിയുമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വിശദീകരിക്കാം. ഈ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് എന്താ പ്രിയപ്പെട്ടവരെ? ഒരിക്കല് ആകാശ ലോകത്ത് മലക്കുകളും അള്ളാഹുവും തമ്മിൽ ഒരു സംവാദം നടന്നുന്ന, മനുഷ്യരെ സൃഷ്ടിക്കേണ്ടതില്ല, അവർ രക്തം ചിന്തുമെന്ന് മലക്കുകള് ഞങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ എന്ന് മലക്കുകൾ അള്ളാഹിനോട് പറയാ. എന്നിട്ട് അപ്രകാരം സംഭവിച്ചില്ലേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു. നിങ്ങൾക്ക് മനുഷ്യ വികാരം നൽകിയാൽ അതിലുപരി നിങ്ങളും പ്രവർത്തിക്കുമെന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഈ മലക്കുകൾക്കുണ്ടല്ലോ മനുഷ്യ വികാരം നൽകിയാൽ ഇന്ന് മനുഷ്യന്മാര് കാണിക്കുന്നതിനേക്കാൾ വൃത്തികേടുകൾ മലക്കുകളായി നിങ്ങൾ കാണിക്കും എന്നാണ് അള്ളാഹു അവരോട് പറഞ്ഞു. അത് കള്ളക്കഥയാ പ്രിയപ്പെട്ടവരെ. അപ്പോ ഇല്ല എന്ന് മലക്കുകൾ ശരിച്ചു. ഞങ്ങൾ അങ്ങനെ എന്താണ് പരിധി വിട്ട് പ്രവർത്തിക്കൂല, മനുഷ്യന്മാരെ പോലെ വൃത്തികേട് കാണിക്കൂല എന്ന് പറഞ്ഞു. അവസാനം അള്ളാഹു ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 മലക്കുകളെ പിടിച്ച് മനുഷ്യ രൂപം നൽകി അവർക്ക് മനുഷ്യരുടെ വികാരവും നൽകിയിട്ട് ഭൂമിയിലേക്ക് ദുനിയാവിലേക്ക് അങ്ങോട്ട് അയച്ചു. ആദ്യമൊക്കെ ഈ 2 മലക്കുകളുണ്ടല്ലോ അവര് നല്ല ആൾക്കാരായി ജീവിച്ചു. അങ്ങനെ ആ സന്ദർഭത്തില് നല്ല സ്റ്റൈലുള്ള ഒരു പെണ്ണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അവരുടെ പേര് സുഹറ എന്നായിരുന്നു എന്നാണ്. അങ്ങനെ മലക്കുകൾ എന്ത് ചെയ്തു? ആ സ്ത്രീയെ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ആ സ്ത്രീ ഒരു കണ്ടീഷൻ വെച്ചു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന എന്തെങ്കിലും പറയണമെന്ന് ആ സ്ത്രീ വാശി പിടിച്ചു. സാധ്യമല്ല എന്ന് മലക്കുകളും അവര് പറഞ്ഞു. എന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനും കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ എന്ത് ചെയ്തു? കുറച്ച് മദ്യം കുടിക്കണമെന്ന് പറഞ്ഞു. ഒരു പാത്രത്തിൽ മദ്യമൊക്കെ കൊണ്ടുവന്നു. ഇത് കുടിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴോ പ്രിയപ്പെട്ടവരെ അവര് കള്ളു കുടിച്ചു. കള്ളു കുടിച്ചാൽ പിന്നെ നമുക്കറിയാലോ, ബുദ്ധി മാറുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? അവളെ വ്യഭിചരിച്ചു. ശേഷം കുട്ടിയെ വധിച്ചു. അങ്ങനെ ഈ വേശ്യ സ്ത്രീ മലക്കുകളിൽ നിന്ന് ഇസ്മുൽ ആളം പഠിച്ചുന, അങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോയിന, അങ്ങനെ അവൾ സുഹറ നക്ഷത്രമായി തീർന്നു. അള്ളാഹു ഈ മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ദുനിയാവിലെ ശിക്ഷയാണോ അതല്ല ആഖിറത്തിലെ ശിക്ഷയാണോ വേണ്ടത്? മലക്കുകൾ ഭൗതികമായിട്ടുള്ള ശിക്ഷ മതി എന്ന് പറഞ്ഞു. അള്ളാഹു അങ്ങനെ ഇവരെ ബാബിലോണിയയിലെ ഒരു കിണറ്റിലെ തല താഴേക്കാക്കിയിട്ട് തൂക്കിയിട്ടു. നമ്മൾ ശ്രദ്ധിക്കുക, മനുഷ്യർ സിഹിർ പഠിക്കുവാൻ ഈ ഹാറൂത്ത് മാറൂത്ത് പേരുള്ള മലക്കുകളെ സമീപിക്കും. മലക്കുകൾ അവർക്ക് ദമ്പതിമാരെ തമ്മിൽ തെറ്റിക്കുന്ന
ഈ സിഹിർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായി മലക്കുകൾ അവരോട് പറയും, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, നിങ്ങൾ ഇത് ചെയ്ത് അവിശ്വാസികളാകരുത്. ഈ കള്ളക്കഥയെ സഹോദരങ്ങൾ, ഈ കള്ളക്കഥ ഉണ്ടല്ലോ, ഇങ്ങനൊരു കഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ കള്ളക്കഥയെ എതിർക്കുകയാണ് ഈ ആയത്തിലെന്നാ. സത്യത്തിൽ എന്താണ്, ഹാറൂത്ത് മാറൂത്ത് എന്നുള്ള മലായിക്കത്തുകളെ ഇറക്കിയിട്ടെന്നെ ഇല്ല എന്നുള്ളതാണ്. വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത് എന്ന് പറഞ്ഞാല് അവിടെ നഫീന്റെ മാണ് ഇല്ല എന്നുള്ള അർത്ഥത്തിലുള്ള എന്നാണ് മഹാന്മാരായ പല മുഫസ്സിറുകളും. ഇമാം റാസി തങ്ങൾ അത് ഉദ്ധരിക്കുന്നുണ്ട്, പിന്നെ ഈ നഫീന്റെ മാ എന്ന് പറഞ്ഞുകൊണ്ട്. അതങ്ങനെ അവതരിച്ചിട്ടില്ല എന്നാ. പിന്നെ മലക്കുകളല്ലേ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ഒരു പ്രത്യേകത എന്താ? ആർക്കാ പറയാൻ പറ്റുക മലക്കുകളുടെ ഒരു പ്രത്യേകത? മലക്കുകളുടെ പ്രത്യേകത എന്താ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മലായിക്കത്തുകൾ അള്ളാന്റെ കൽപ്പനക്കെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കൂല എന്നാ ഖുർആൻ പറയുന്നത്. ഇബാദും മുക്രമൂൻ എന്നാ ഖുർആൻ പറയുന്നത്. അവർ ആദരണീയരായ അടിമകളാ. അവർ കള്ളുകുടിക്കാനോ കുട്ടിയെ വധിക്കാനോ സ്ത്രീകളെ വ്യഭിചരിക്കാനോ പോകൂല. അത് കള്ളക്കഥയാണെന്ന് മനസ്സിലാക്കുക. അത് കള്ളക്കഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇനി വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് സിഹിറിനെ സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് പലപ്പോഴും പറയാറുള്ളത് സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ പിന്നെ സൂറത്തുൽ ഫലക്ക് പ്രത്യേകിച്ച് സൂറത്തുൽ ഫലക്ക് സിഹിർ ബാധിച്ചിട്ട് അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ അവതരിപ്പിച്ചതാണ് എന്നും, അതുപോലെ വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും അള്ളാഹുവെ നിന്നോട് രക്ഷ എന്നുള്ള ആയത്തുണ്ടല്ലോ, അതൊക്കെ സിഹിറിനെ സംബന്ധിച്ചാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എന്താണ്, മുഹമ്മദ് നബിക്ക് ലബീദ് ബിൻ ആസം സിഹിർ ചെയ്തുന്ന. പക്ഷെ ഈ ആയത്തിൽ എന്താ, നഫാസാത്ത് എന്നാണ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ എന്നാണ്. അപ്പോ അതിന്റെ പിന്നെ എന്താണ് വൈരുദ്ധ്യായി. പിന്നെ അത് മാത്രല്ല, അപ്പോ ചില ആളുകൾ എന്ത് ചെയ്തു, ലബീദല്ല, ലബീദിന്റെ പെൺമക്കളാണ് പ്രവാചകന് സിഹിർ ചെയ്തത് എന്ന് വരുത്തി തീർത്തു. എന്നാലും ശരിയല്ല. സത്യത്തിൽ ഇവിടെ എന്താണ്, ഇവിടെ കെട്ടുകളിൽ ഊതുന്ന എന്ന് പറഞ്ഞാല് പലവിധ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങള് ഇപ്പൊ കുടുംബ ബന്ധം, രക്തബന്ധം, അയൽവാസ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ആദർശ ബന്ധം, ഇങ്ങനെയൊക്കെ ഈ ബന്ധങ്ങളൊക്കെ തകർക്കാനുള്ള ചില പിന്നെ പരിശ്രമങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ എതിർക്കുന്നത് എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുന്നത്. പിന്നെ സൂറത്തുൽ ഫലക്ക്, സഹോദരങ്ങളെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഇത് എവിടെ അവതരിച്ച ആയത്തെന്നറിയ നിങ്ങള്, എവിടെ അവതരിച്ച സൂറത്താണ്? മഹാനായ ഇമാം ഖുർത്തുബി തങ്ങള് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ഫലക്ക് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായം അവതരിച്ചത് എവിടെയാണ്? അത് അവതരിച്ചിട്ടുള്ളത് തഫ്സീറു സൂറത്തുൽ ഫലക്ക് വഹിയ മക്കിയ ഫീ ഖൗലിൽ ഹസൻ വഇക്രിമ വഅതാഅ് വജാബിർ റളിയല്ലാഹു അൻഹും. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുക, സൂറത്തുൽ ഫലക്ക് അവതരിച്ചിട്ടുള്ളത് മക്കയിലാകുന്നു. അത് ഇമാം ഹസന്, മഹാനായ ഇക്രിമ, മഹാനായ അത്വാഅ്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുക. ഇത് അപ്പോ മക്കയിൽ അവതരിച്ചു, മക്കയുടെ ആദ്യകാലത്ത്, പ്രവാചകത്വത്തിന്റെ ആദ്യകാലത്ത്. എന്നാലോ പ്രവാചകന് സിഹിർ ബാധിച്ചു എന്നിവർ പറയുന്നതോ മദീനയിൽ വെച്ചിട്ടാണ്. ബനൂ സുറൈക്കിൽപ്പെട്ട ഒരു ജൂതനായിട്ടുള്ള പിന്നെ ലബീദ് ബിൻ ആസം ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വൈരുദ്ധ്യം. ഇവര് പറയാറുള്ളതോ ഇത് സിഹിർ ബാധിച്ചപ്പോ അത് മാറാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ വേണ്ടി അവതരിച്ച സൂറത്തുകളാണ് ഇത് എന്നാ അവർ പറയുന്നത്. അപ്പൊ ഈ വാദം തന്നെ മഹാ അബദ്ധമാണ് എന്നുള്ളതാ. ഇനി നമുക്ക് ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങൾ കൂടെ നോക്കാം. വളരെ പെട്ടെന്ന് കൂട്ടർ, ഞാൻ പിന്നെ ദീർഘമാക്കുന്നില്ല. ഹദീസില് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇവര് എപ്പോഴും പറയാറുള്ള ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് എന്നുള്ളതാ. ബുഖാരിയിലുള്ള ഹദീസിന്റെ അവസ്ഥ എന്താ? ഒന്ന്, അതിന്റെ സെനദില് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ആ ഹദീസിന്റെ സെനദ് ഉണ്ടല്ലോ, അതിന്റെ സെനദിനെ സംബന്ധിച്ച് മഹാന്മാരായ ആളുകൾ പറയുന്നത് എന്താ? ഒന്ന്, അതിന്റെ സെനദിൽപ്പെട്ട ഹിഷാം ഇബ്നു
ഉറുവ എന്ന് പറയുന്ന വ്യക്തി ഫതുഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഫതുഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തുന്നത് എന്താ? ഹിഷാം ഇബ്നു ഉർവത്ത് ബിൻ സുബൈർ ബിൻ അൽ-അവ്വാം അൽ-ഖുറശി അൽ-അസദി മിൻ സിഗാരി താബിഈന മുജ്മഉൻ അലാ തസബ്ബുതിഹി ഇല്ലാ അന്നഹു ഫീ കിബരി തഗയ്യറ ഹിഫ്ളുഹു ഫതഗയ്യറ ഹദീസ് മൻ സമിഅ മിൻഹു ഫീ ഖദ്മതിഹി الثالث ഇല العراق قال يعقوب بن شيبة ഹിഷാം ثبت ثقة لم ينكر عليه شيء إلا بعدما صار إلى العراق فإنه انبسط في الرواية عن أبيه فأنكر ذلك عليه أهل بلده والذين راه أنه كان لا يحدث عن أبيه إلا بما سمع منه فكان تساهله أنه أرسل عن أبيه ما كان يسمعه من غير أبيه عن أبيه. قلت هذا هو التدليس. وأما قول ابن خراش كان مالك لا يرضاه فقد حكى عن مالك فيه شيء أشد من هذا. ഫതുഹുൽ ബാരിയുടെ മുഖദ്ദിമ പേജ് നമ്പർ 471. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഹിഷാം ഇബ്നു ഉർവത്ത് ബിൻ സുബൈർ ബിൻ അൽ-അവ്വാം അൽ-ഖുറശി അൽ-അസദി എന്ന് പറയുന്ന ആള്, അദ്ദേഹം പ്രവാചകനെ കണ്ടിട്ടില്ല, പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം താബി ആയിരുന്നു, താബികളിൽപ്പെട്ട ചെറിയ കുട്ടികളിൽപ്പെട്ട ആളായിരുന്നു. മിൻ സിഗാരി താബിഈൻ എന്നാ പറയുന്നത്. എന്നാലോ അദ്ദേഹം വിശ്വസ്തനായിരുന്ന ഒരു കാലഘട്ടത്തില്. പക്ഷേ ഇറാഖിലേക്ക് മൂന്നാമതായിട്ട് ചെന്ന ഘട്ടത്തില് അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണെന്നറിയുമോ? അദ്ദേഹം ഫഇന്നഹു ഇംബസത ഫിർവായ അൻ അബി, തന്റെ പിതാവിൽ നിന്ന് വിശാലമായി കൊണ്ട് ഹദീസുകൾ ഉദ്ധരിക്കാൻ തുടങ്ങി. ഫഅൻകറ ദാലിക അലൈഹി അഹ്ലു ബലദി, അന്നാട്ടുകാർ അദ്ദേഹത്തെ വെറുത്തു. കണ്ടോ, സനദില് സത്യസന്ധന്മാരായ ആളുകളുണ്ടെങ്കിലേ ഹദീസ് സ്വീകാര്യമാകുള്ളൂ. ഇവിടെ ജനങ്ങൾ വെറുത്തിട്ടുള്ള, പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്ന ഒരാൾ ഈ ഹദീസിന്റെ സനദിലുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെയോ അന്നഹു കാന ലാ യുഹദ്ദിസു അൻ അബീഹി ഇല്ലാ ബിമാ സമിഅ മിൻഹു ഫകാന തസാഹുലുഹു അന്നഹു അർസല അൻ അബീഹി മാ കാന യസ്മഉഹു മിൻ ഗൈരി അബീഹി അൻ അബീഹി. പിതാവിൽ നിന്ന് കേട്ടു എന്ന് കേൾക്കാത്തത് പറയാൻ വേണ്ടി തുടങ്ങി. ആ കാര്യത്തിൽ ഫകാന തസാഹുലുഹു, അദ്ദേഹം അശ്രദ്ധ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഖുൽതു, ഇബ്നു ഹജർ അസ്കലാനി പറയാണ്, ഹാദാ ഹുവ തദ്ലീസ്, ഇതാണ് തദ്ലീസ്, അഥവാ തെളിവിന് കൊള്ളാത്ത മുദല്ലസായ വ്യക്തി എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. വ അമ്മാ ഖൗലു ഇബ്നു ഖറാഷ്, ഇബ്നു ഖറാഷ് പറയാണ്, കാന മാലികു ലാ യർളാ, മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ തൃപ്തിപ്പെടാറുണ്ടായിരുന്നില്ല. ഫഖദ് ഹക അൻ മാലിക് ഫീഹി ഷൈഉൻ അശദ്ദു മിൻ ഹാദാ, ഇതിനേക്കാൾ ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ന്യൂനതയായിക്കൊണ്ട് മാലിക്കിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഫതുഹുൽ ബാരിയുടെ മുഖദ്ദിമയിലെ 471 പേജിൽ നിന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്നു ഹജർ അസ്കലാനി മാത്രമല്ല, സാക്ഷാൽ ഇമാമുൻ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അൽ ഉമ്മിലും ഈ ഹിഷാം ഇബ്നു ഉർവയുടെ ദൗർബല്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ന്യൂനത സംബന്ധിച്ചിട്ടുണ്ട്. തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ഹിഷാം ഇബ്നു ഉർവയെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അൽ ഇഷാറത്തു ഇലാ തൽഈഫ് റിവായത്ത് ഹിഷാം അൽ മുസറഹ, വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തിന്റെ ന്യൂനതയിലേക്ക് അദ്ദേഹം പരാമർശനം നടത്തുന്നു, സൂചന നൽകുന്നു. അപ്പൊ ഇതിന്റെ സനദ് എന്താണ്? സനദിൽ ന്യൂനതയുള്ള വ്യക്തിയുണ്ട്. ഇനി ഇതിന്റെ മത്തിന്, പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്നുള്ളതിന്റെ മത്തിനെന്ന് പറഞ്ഞാൽ കണ്ടന്റ്, ഉള്ളടക്കം, അതൊന്ന് പരിശോധിക്കാം. ഒരു ഹദീസിൽ പറയാ പ്രിയപ്പെട്ടവരെന്താണ്? 6 മാസം പ്രവാചകന് സിഹ്ർ ബാധിച്ചു. വേറൊന്നിൽ പറയാണ് 40 ദിവസമാണ് എന്ന്, വേറൊന്നിൽ പറയാണ് ഏതാനും ദിവസങ്ങൾ എന്ന്. അങ്ങനെ വ്യത്യസ്തമായ വൈരുദ്ധ്യങ്ങളുണ്ട് ഇതില്. ഈ വൈരുദ്ധ്യമുള്ള ഹദീസുകൾക്ക് എന്താ പറയുക? ഇൽത്തിറാബായ ഹദീസുൻ മുൽത്തറബുൻ എന്ന് പറയും. അത് തെളിവിന് കൊള്ളാൻ വേണ്ടി കഴിയില്ല. ഒരു വൈരുദ്ധ്യം മാത്രമല്ല, മറ്റൊരു വൈരുദ്ധ്യം എന്താ അറിയോ? ഇതില് മുടിയും ചീർപ്പും അതുപോലെ ഈത്തപ്പനിയുടെ
എന്തോ ഒരു തണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിഹിർ ചെയ്തതെന്നാ പറയുന്നത്. അത് കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി പറഞ്ഞെന്നും മറ്റൊരു ഹദീസിൽ അതിൽ തന്നെ ദുഫിനത്ത് കുഴിച്ചു മൂടപ്പെട്ടു എന്നുമൊക്കെ പറയുന്നു. പുറത്തെടുത്തു എന്നും കുഴിച്ചു മൂടപ്പെട്ടെന്നും പരസ്പരം ഒരിക്കലും യോജിക്കാത്ത വൈരുദ്ധ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പല നിലക്കും ഒന്നിലേറെ വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇൽത്തിറാബ് മത്തിനും സനദും ഇത് മഹാദുർബലമാണ്. അത് ഏറ്റവും ഇതിന്റെ മത്തിനുള്ള കുഴപ്പം എന്താ പറഞ്ഞാൽ ഖുർആനെതിരാണ്. എങ്ങനെതിരെ? നമ്മൾ 5 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന് സീർ ബാധിക്കൂല എന്ന് പറയണ്ടായി, അതിനെതിരാണ്. രണ്ടാമതൊരു പ്രശ്നം, ഇതിന് പ്രധാനമായും 2 തരം ഇൽത്തിറാബ് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി സുഹൃത്തുക്കളെ, നമുക്ക് മറ്റൊരു ഹദീസ് ഇവിടെ പരിശോധിക്കാം. പ്രവാചകന് സിഹിർ ബാധിക്കോ സിഹിർ ഫലിക്കോ ഇല്ലേ എന്നുള്ളതിന് ഒരു ഹദീസ് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അവിടുന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുന്നത് എന്താണ്? സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന മുദ്മിനുൽ ഖംർ വ കാതിഉർ റഹിം വ മുസദ്ദിഖും ബിസ്സിഹർ. 3 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. അപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ വരിക അയൽപ്പക്കങ്ങളിൽ നിന്ന് എന്തിനാ വരുന്നത്? അവിടെയുള്ള പ്രായം ചെന്ന സ്ത്രീയും അവരുടെ മകനും കുടുംബങ്ങളൊക്കെ വരികയാണ്. അവർക്കാരോ സിഹിർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മക്കൾക്ക് കുട്ടികളില്ലാത്തത്, അതുകൊണ്ടാണ് ബിസിനസ് പുരോഗതി പ്രാപിക്കാത്തത്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് രോഗം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന സംഗതികളൊക്കെ സഫലമാകാത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുവെങ്കിൽ അവരോട് പറയുക, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുക. അള്ളാന്റെ റസൂല് പറയാണ്, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ 3 വിഭാഗം ആളുകൾ പ്രവേശിക്കുകയില്ല. മുദ്മിനുൽ ഖംർ, മൂക്കറ്റം കല്ല് കുടിക്കുന്നവർ, വ കാതിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ, വ മുസദ്ദിഖും ബിസ്സിഹർ, സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ. ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? ഇമാം അഹ്മദും തൊബറാനിയും ഹാക്കിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ പറയുക? റവാഹു അഹ്മദ് വ അബൂ യഅല വ തബറാനി വ റിജാലു അഹ്മദ് വ അബീ യഅല സിഖാത്ത്, വിശ്വസ്തന്മാരായ സത്യസന്ധന്മാരായ ആളുകളാണ് ഇതിന്റെ സനദിലുള്ളതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ദുർബലമായ ഹദീസല്ല, സ്വഹീഹായ ഹദീസാണെന്നർത്ഥം. സ്വഹീഹായ ഹദീസിലാ പറയുന്നത്, സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുസദ്ദിഖും ബിസ്സിഹർ, മറ്റൊരു റിപ്പോർട്ടിൽ മുഅ്മിനും ബിസ്സിഹർ എന്നുണ്ട്. ഇതിന് മാത്രമല്ല, ഇതിനെ മഹാനായ ഹാക്കിം രേഖപ്പെടുന്നത് എന്താ? വകാല സ്വഹീഹുൽ ഇസ്നാദ്, ഇതിന്റെ പരമ്പരകൾ സ്വഹീഹാണ് എന്ന്. ഇതവിടെ കാണാം, ജമ്മുൽ ജവാമിഅ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അൽ ജാമിഉൽ കബീർ ലിസ്സുയൂത്തി, സുയത്തിലും നമുക്ക് സിഹിർ ബാധിക്കൂല എന്ന് മനസ്സിലായി, അതിന് ഫലം ഉണ്ടാകൂല എന്ന് മനസ്സിലായി. സിഹിർ പ്രവാചകന് ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിന് സനദിന് കുഴപ്പമുണ്ട്. അതിന്റെ സനദിലെ ആളെ സംബന്ധിച്ച് ഇബ്നു ഹജർ അൽ അസ്കലാനിയും ഇമാം ഷാഫിയും വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മത്ന് ഖുർആനെതിരാണ്. അതിന്റെ മത്നിൽ ഇൽത്തിറാബുണ്ട്. ഇമാം ഷൗക്കാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിൽ രേഖപ്പെടുത്തുകയാണ്, ഹൽ ലഹു ഹഖീഖ അം ലാ, സിഹിറിന് ബലമുണ്ടോ ഇല്ലയോ? ഫദഹബത്തിൽ മുഅ്തസിലതു വഅബൂ ഹനീഫതു ഇലാ അന്നഹു ഖദഉൻ ലാ അസ്ല ലഹു വലാ ഹഖീഖ. ഇമാം ഷൗക്കാനിയുടെ ഫത്ഹുൽ ഖദീർ അതിലെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. സിഹിറിന് ബലമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താ മറുപടി? ഫദഹബത്തിൽ മുഅ്തസിലിയാക്കൾ അഭിപ്രായപ്പെട്ടു, അബൂ ഹനീഫ, മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അഭിപ്രായപ്പെട്ടു, ഇലാ അന്നഹു ഖദഉൻ, അത് ചതിയാകുന്നു, ലാ അസ്ല ലഹു, അതിന് അടിസ്ഥാനമില്ല, വലാ ഹഖീഖ, അതിന് യാഥാർത്ഥ്യമില്ല. കണ്ടോ നിങ്ങള്? അപ്പോ കേവലം നമ്മളാരെങ്കിലും വെറുതെ പറയുന്നതല്ല. അബൂ ഹനീഫയെപ്പോലെയുള്ള ലോക ചരിത്രത്തിൽ പണ്ഡിത ജ്യോതിസുകളായിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് അതെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്സിഹ്റു ലാ യുഅ്സറു ബിതബഇഹി വലാ അസറു ലഹു ഫീ നഫ്സിഹി,
എന്ന് മറ്റു പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അത്തഫ്സീറുൽ മുനീർ ഫിൽ അഖീദത്തി വശരീഅത്തി വൽ മൻഹജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും. സിഹിറിന് സ്വന്തമായിട്ട് അതിന്റെ പ്രകൃത്യ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. അതിന് മനസ്സില് മനുഷ്യ ശരീരത്തില് ഒരു സ്വാധീനം വല അസറുൻ ലഹു ഫീ നഫ്സി എന്ന അദ്ദേഹം രേഖപ്പെടുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ റഷീദുരില, മഹാനായ അബൂബക്കർ അൽ ജസ്വാസ് വഹുവ ഹനഫി, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നതറിയോ? ഫദഹബൽ മുഅ്തസിലത്തു വഅബൂബക്കർ റാസി അൽ ഹനഫി അൽ മഅറൂഫ് ബിൽ ജസ്വാസ് വഅബൂ ജാഫർ അൽ ഇസ്തിറാബാസി വൽ ബഗവി മിന الشافعية إلى إنكار جميع أنواع السحر وأنه في الحقيقة تخيل من الساحر على من يراه. അവരൊക്കെ രേഖപ്പെടുന്നത് ആരൊക്കെ പറയുന്നത്? അബൂബക്കർ അർ-റാസി അൽ ഹനഫി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം അൽ മഅറൂഫ് ബിൽ ജസ്സാസ്, ജസ്സാസ് എന്ന് നാമം കൊണ്ട് പ്രസിദ്ധനാണ് അദ്ദേഹം. അതുപോലെ അബൂ ജാഫർ അൽ ഇസ്തിറാബാസി വൽ ബഗവി മിന الشافعية. ഹനഫി പണ്ഡിതന്മാർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? ഇസ്തിറാബാദി പറഞ്ഞിട്ടുണ്ട്, ബഗവി പറഞ്ഞിട്ടുണ്ട്. ഇല ഇൻകാരി ജമീഅ അൻവാഇ സിഹർ, സിഹറിന്റെ സകല ഇനങ്ങളെയും നിഷേധിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. വഅന്നഹു ഫിൽ ഹഖീഖത്തി തഖയീലു മിന സാഹിർ, സാഹിറിനെ മാരണക്കാരന് ഒരു തോന്നൽ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നന്നായി മനസ്സിലാക്കുക. ഇത് തഫ്സീറുൽ മറാഖിയിലെ, തഫ്സീറുൽ മനാറിലെ ഒക്കെ നമുക്ക് ഈ സംഭവങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതാനും വാക്കുകൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കേരളത്തിലെ മുൻകാല ഇസ്ലാഹി പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. എന്താണ്? ഉപദ്രവകാരികളായ പ്രാണികളെ സംബന്ധിച്ചും പിന്നെ ദുർബോധകരായ മനുഷ്യരെക്കുറിച്ചും അത്തരക്കാരായ അദൃശ്യ ജീവികളായ ജിന്നുകളെ സംബന്ധിച്ചും ഷെയ്ത്താൻ എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിച്ചതായിട്ട് അവയുടെ വ്യാഖ്യാതാക്കൾ വിശദമാക്കിയിട്ടുണ്ട്. കെ മൗലവി പറയുന്നൊരു വാക്കാണത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൽമനാർ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് പറയാം. അൽമനാർ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ്? സിഹർ കുറ്റമാണ്, അതിന് യാഥാർത്ഥ്യമില്ല, യഥാർത്ഥ ഫലമില്ല, ദുർബല മനസ്സുകൾക്ക് അതിൽ ഫലമുണ്ടെന്ന് തോന്നാമെങ്കിലും. അൽമനാർ മാസികയിലെ ഹദീസ് പാഠം എന്നുള്ള ഭാഗത്ത് അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ 1985 സെപ്റ്റംബറിൽ എഴുതിയതാ. അതില് അതുപോലെ തന്നെ പിന്നെ എഴുതുന്നത് എന്താ? ഇസ്ലാമില് പൗരോഹിത്യമില്ല, ഹോമം, നരബലി, ഗൂഢോത്രം, മാരണം, ഉറുക്ക്, ഐക്കല്ല്, ഏലസ്, പിഞ്ഞാണം എഴുത്ത്, ജാറം മൂടൽ, കെണി, കൈനോട്ടം, കൈനീട്ടം, മുഹൂർത്തം എല്ലാം പൗരോഹിത്യത്തിന്റെ സൃഷ്ടി, തട്ടിപ്പ്. ഇതെവിടെയാ? സാൽവേഷൻ എക്സിബിഷനോടനുബന്ധിച്ച് മുജാഹിദ് സെന്ററിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ലഘുലേഖയിലുള്ളതാ. അതുപോലെ ചെങ്ങനംകുളത്ത് നടന്ന AP വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളന ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ലഘുലേഖയിലുമുള്ള കാര്യമാകുന്നു. നന്നായിട്ട് മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ. അപ്പോ പൗരാണികരും ആധുനികന്മാരുമായിട്ടുള്ള നിരവധി പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ ഞങ്ങൾക്കാരെങ്കിലും സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതില്ല. കൂട്ടരെ, നമ്മളപ്പോ സിഹിർ ചെയ്തിട്ട് നമുക്ക് വലിയ പിന്നെ അസുഖം ഉണ്ടാക്കാനും ഇതൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ കൈയൊടിക്കാൻ, കാലൊടിക്കാൻ, നമ്മുടെ ജോലി കളയാൻ, നമ്മളെ ശമ്പളം, അങ്ങനെ ഒന്നും നമ്മളെ കുട്ടികൾക്ക് അസുഖം ഉണ്ടാകാൻ, കണ്ണ് പൊട്ടിക്കാൻ, കാത് പൊട്ടിക്കാൻ, ഇതൊന്നും ഒരു ജാലവിദ്യക്കാരനും ഒരു പിന്നെ സിഹിറുകാരനും കഴിയൂല എന്ന് മാരണക്കാരനും കഴിയൂല നമ്മൾ വിശ്വസിക്കുക. അപ്പൊ ഖുർആന് ഇതിനെതിരാണ്, ഈ വിശ്വാസത്തിനെതിരാണ്, ഹദീസ് എതിരാണ്. മുൻകാല പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് അബൂ ഹനീഫ എന്നൊക്കെ പറഞ്ഞാല് ഖുർആൻ പണ്ഡിതനാണ്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ബുഖാരിയിലെ ഹദീസാണല്ലോ പലപ്പോഴും പറയാറുള്ളത്. ബുഖാരിയിലെ ഹദീസ് ഉണ്ട് എന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന പാതിരിമാരും അതാ പറയാറുള്ളത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഹദീസ് ഇപ്പോ നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസപരമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടാണല്ലോ.
പക്ഷേ വിശ്വാസം ആയിട്ട് ഒരു മുസൽമാന് ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ അതെന്ത് വേണം? മുത്തവാത്തിറായ ഹദീസിലൂടെ വരണം. ഈ ഹദീസ് എന്താണ്? ഈ ഹദീസ് ഖബറുൽ വാഹിദാണ് എന്നുള്ളതാ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഒരു അധ്യായത്തിന് തലക്കെട്ട് തന്നെ എന്താ ഒരു ഹെഡിങ് തന്നെ എന്താ? ബാബു മാ ജാ ഫി ഇജാസത്തി ഖബറിൽ വാഹിദി സദൂഖ് ഫിൽ അദാനി വസ്സലാത്തി വസ്സൗമി വൽ ഫറായിൽ വൽ അഹ്കാം എന്ന ഖബറുൽ വാഹിദ്, സത്യസന്ധന്മാരായ ആളുകൾ ഉദ്ധരിക്കുന്ന ഖബറുൽ വാഹിദായിട്ടുള്ള ഹദീസ് ബാങ്ക്, നമസ്കാരം, നോമ്പ് അതുപോലുള്ള കർമ്മങ്ങൾക്കൊക്കെ പറ്റുള്ളൂന്നാ, വിശ്വാസത്തിന് പറ്റൂലെന്നാ ഖാലൽ കർമാനി, ഇമാം കർമാനി രേഖപ്പെടുന്നുണ്ട്. ലിയുഅലമ അന്നമാ ഹുവ ഫിൽ അമലിയാത്ത് ലാ ഫിൽ ഇഅ്തിഖാദിയാത്ത് എന്ന ഖബറുൽ വാഹിദ് എന്ന് പറയുന്നത് അമലുകൾക്ക് മാത്രമേ പറ്റുള്ളൂന്നാ, വിശ്വാസപരമായ കാര്യങ്ങൾ പറ്റൂലെന്നാ. ഈ ഹദീസ് ഖബർ വാഹിദാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ നിലക്കും ഇതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് നമ്മൾ അറിയുക. അല്ലാഹു തആല നമ്മളെയൊക്കെ പരീക്ഷിക്കും, ഏതൊരു മനുഷ്യനെയും പരീക്ഷിക്കും. അതുകൊണ്ട് ആരെങ്കിലും അത് സിഹർ ചെയ്തതാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം മൂഢവിശ്വാസങ്ങളിൽ മാറി നിൽക്കുക. അല്ലാഹു തആല നമ്മെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിച്ച് സഹിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ആവശ്യമാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സയും നടത്തി അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുകയും ആരെയും കുടുംബത്തിലുള്ള ഏതെങ്കിലും ആളുകൾക്ക് നമ്മോട് അസൂയുണ്ട്, അതുകൊണ്ട് തന്നെ അവര് സിഹർ ചെയ്യും, അവർ ഇന്ന മന്ത്രവാദിയെ സമീപിക്കും എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകാതെ, ഊഹം തന്നെ തെറ്റാണെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈമാനോടുകൂടെ എന്റെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നോ അത് അള്ളാഹ് വിധിച്ചതാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന് സിഹർ ബാധിച്ചു എന്ന് പറയുന്നത് ശുദ്ധ കളവാൻ, ബാത്തിലാണ് എന്ന് നമ്മൾ പണ്ഡിതന്മാര് പ്രത്യേകിച്ച് ഇബ്നു കസീറൊക്കെ എഴുതിയത് വായിക്കുണ്ടായി. അതുകൊണ്ട് അങ്ങനെ ബാധിക്കൂല. പിന്നെ നിങ്ങൾ നോക്കൂ, ഇവർ പറയാറുള്ള എന്താ അറിയോ? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സിഹർ മുഹമ്മദ് നബിക്ക് എന്തുകൊണ്ടാ ബാധിച്ചു വെച്ചപ്പോ അവര് പറയാണ് അത് മറ്റുള്ള ആളുകൾക്ക് ബാധിക്കും എന്നുള്ളതിന് ഒരു പാടാകാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ വ്യഭിചാരം, മദ്യപാനം ഇതൊക്കെ റസൂൽ ചെയ്യണ്ടേ? നഊദു ബില്ലാ, എത്ര വിഡ്ഢിത്തമായ വാദാണത്. പിന്നെ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുക, ഇതൊക്കെ റസൂൽ കാണിച്ചു തരണ്ടേ? എത്ര പിന്നെ അബദ്ധ ജടിലമായ വാദമാണത്. ഇനി ദിക്റുകൾ ചെല്ലിയാല്, ദുആകൾ ചെല്ലിയാൽ സിഹർ ബാധിക്കൂല എന്ന് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നബി സിഹർ പിന്നെ ഈ ദിക്റുകൾ ചെല്ലിയിട്ടില്ല എന്നാണോ? നബി ദിക്റുകളൊന്നും ചെല്ലാത്ത, അള്ളാനെ സൂക്ഷിക്കാത്ത ആളാണ് എന്നാണോ? അപ്പൊ എല്ലാ നിലക്കും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല, ഖുർആനിന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല, മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിൻബലമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ KP മുഹമ്മദ് മൗലവിയൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അൽമനാറിൽ എഴുതിയിട്ടുള്ള വാക്കുകൾ, മൂസാ മൗലവിയാകട്ടെ അബ്ദുൽ ഹക്ക് സുല്ലമിയാകട്ടെ, അവരെഴുതിയ വാക്കുകൾ പോലും അവർക്ക് എതിരാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇപ്പോ സക്കരിയാക്കളുടെ ഭാഗത്തുള്ള നമ്മുടെ ഷാഫി സ്വലാഹി ചെങ്ങല്ലീരി പോലും അദ്ദേഹത്തിന്റെ ആദർശ ഡയറി എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഈ പിന്നെ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള ഭാഗം എഴുതുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഏതായിരുന്നാലും സത്യം സത്യമായി മനസ്സിലാക്കുവാനും തോന്നലുണ്ടാക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതൊന്ന് ഒന്ന് വ്യക്തമാക്കാൻ. തോന്നല് അത് നമുക്കറിയാലോ. ഇപ്പോ മൂസാ നബി ഫിർഔന്റെ അടുത്തേക്ക് പോയപ്പോ ജാലവിദ്യക്കാരെന്ത് ചെയ്തു? കയറ് പിരിച്ചിട്ടു. അപ്പോ സത്യത്തിൽ എന്താണ്? അത് കയറ് തന്നെയാണ്. പക്ഷെ മൂസാ നബിക്ക് എന്ത് തോന്നി? അത് പാമ്പാണെന്ന് തോന്നി, സർപ്പാണെന്ന് തോന്നി. അങ്ങനെ ഒരു തോന്നൽ മാത്രം. അതല്ലാതെ ഇവിടെ ഈ സിഹർ കൊണ്ട് പിന്നെ കടലാസ് നോട്ടുകളാക്കുവാനോ വെള്ളം പെട്രോൾ ആക്കാനോ അല്ലെങ്കിൽ ഇരുമ്പ് സ്വർണ്ണാക്കാനോ ഒന്നും കഴിയൂല. അങ്ങനെ കഴിയുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെ സിഹർ ചെയ്യട്ടെ എന്ന് വെല്ലുവിളിക്കാൻ നമ്മളെ KNM നേതാക്കന്മാർ, KNM മർക്കസ് ദാവ് വെല്ലുവിളിച്ചല്ലോ. ലോകത്തിലെ സകല വൈദഗ്ധ്യങ്ങളുമുള്ള ഈ മാരണം ചെയ്യുന്ന മന്ത്രവാദികളെ വെല്ലുവിളിക്കുന്നു. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന പണ്ഡിതനെ സിഹർ ബാധിപ്പിക്കട്ടെ എന്ന്. കഴിയൂല സുഹൃത്തുക്കളെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഈ സിഹർ ഫലിക്കും എന്നുള്ളതിന് എതിരാണെന്ന് മനസ്സിലാക്കുക. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.